ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് മൂത്ത ആൻറ്റിയുടെ വീട്ടിലും തിരുവോണത്തിന് രണ്ടാമത്തെ ആൻറ്റിയുടെ വീട്ടിലുമായിരുന്നു സദ്യ. വീട്ടിൽ വെച്ച് നടത്തുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ: ആദ്യം ഉപ്പ്, രണ്ടാമത് ഉപ്പേരികൾ, പച്ചടി 2-3 ടൈപ്പ് പച്ചടിയുണ്ട്. വെള്ളരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിക്കറി, മോര്, അച്ചാറുകൾ പല ടൈപ്പുണ്ട്, അതിന് പറയണ്ടല്ലോ. പിന്നെ അവിയൽ, തോരന്, സാമ്പാർ, പരിപ്പ് കറി, പരിപ്പ് പപ്പടം, പായസം 2 ടൈപ്പ്, അടപ്പായസമുണ്ട്, പാൽപ്പായസമുണ്ട്. ഇത്രയുമാണ് ഇന്ന്. പിന്നെ ഇനി ചോറും, പിന്നെ ലാസ്റ്റ് തൈര്, പഴം, പഞ്ചസാര. സദ്യയുടെ കറികളും മറ്റ് വിഭവങ്ങളും. അപ്പോൾ ഇനി ഇലയിൽ ഇടുന്ന സമയത്ത് ഞാൻ അടുത്ത ബാക്കിയിട്ടുള്ള വീഡിയോകൾ പിടിക്കാം. ഓണത്തിന്റെ എന്താണെന്നുള്ളത് കാണണ്ടേ? ചോറ് ചോറില്ലാത്ത നല്ല കൊഴുപ്പ് പച്ചടി വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി, അച്ചാറ്, അച്ചാറിന്റെ സദ്യ ഞങ്ങളിന്ന് കഴിക്കാൻ പോകുന്നത്. ഊണമാണ്. കലാശക്കോട്ടയാണ്. ഇതിട്ടില്ലല്ലോ, ഈ അച്ചാർ ഇട്ടില്ലല്ലോ. ഇല്ല, മാങ്ങ ഇട്ടില്ല. ഇനി അവിയൽ. അതങ്ങനെ ഇങ്ങോട്ട് തയ്ക്കാം. ഇനി ചോറും എടുക്കട്ടെ. പെട്ടെന്ന് കടന്നില്ല. എനിക്കൊരു സ്പൂണ് കിട്ടി. ചായോ വരൂ. ഇനിയിപ്പോ ചോറിട്ട് മോള് ഓഫാക്കിട്ട് ഇനിയിപ്പോ ചോറെന്തിനാ? ചായോ പ്രസാദിച്ചാല് ഇഷ്ടമുള്ള സ്ഥലം എവിടെന്ന് വെച്ചാൽ ജവജ കൊടുക്കുന്ന ആലിസിനെ കൊണ്ട് കറി ഇട്ടെടുക്കണ്ടേ? കറി തന്നെയാണ്. ശരി ശരി, അമ്മ വരും. അത് തിരി അത് തന്നെ ഉണ്ടാക്കിയാൽ പപ്പായ്ക്ക് നടുക്ക് വെച്ചിരുന്ന അത് ആവശ്യം എടുക്കട്ടെ. അലിമോയ്ക്ക് ചോറ് മമ്മിക്ക്, അലിസ് മമ്മിക്ക്. ഞാൻ എടുത്തോളാം. തോരൻ പടവലങ്ങ വെച്ചാ പടവലങ്ങ. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഇന്ത്യയിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ? അപ്പോ ഞങ്ങളുടെ അവിട്ടം ഫസ്റ്റ് ഈ ആന്റിയുടെ വീട്ടിലായിരുന്നു. ഞങ്ങള് ഉത്രാടത്തിന് കഴിച്ചു. സെക്കൻഡ് ആ ആന്റിയും അങ്കിളിന്റെ വീട്ടിൽ നിന്നാണ് സെക്കൻഡ് കഴിച്ചത്. തിരുവോണം. അടുത്തതായിട്ട് അവിട്ടം ഇവിടുന്നും കഴിച്ചു. ഓക്കേ, ഇനി ഞങ്ങൾ കഴിക്കുമ്പോൾ എടുക്കാം.
പോട്ടെ പോരെ. അച്ചാറ് ഒരുപാട് കഴിച്ചു. രാവിലെ കുറേ സാധനങ്ങൾ കഴിച്ചു. ഇത് പറഞ്ഞു ഒത്തിരിയല്ലേ കളവലല്ലേ. കളവലിന് അത് ഇനി ചോറും കഴിച്ചിട്ടല്ലേ ചോറിലിട്ടേ ചോറ് വേനു ചേട്ടേ നല്ല ചൂട് പരിപ്പ് കറി. അവിട്ടത്തിൻ്റെത് കഴിക്കുക. അവിട്ട സദ്യ ഇന്ന് ഞങ്ങൾ കഴിക്കുക. ഞാനും ജബോച്ചാനും കൂടെ കഴിക്കുക. ആലിസമാമയും വിനു പ്രസാദിച്ച ലിലിമാമ കഴിച്ചു തന്നു. ഞാനും കഴിക്കുക അവിട്ടത്തിൻ്റെ. അപ്പോൾ എല്ലാവരും വന്നു, അവരവരുടെ വീടുകളിൽ പോയി. ഇന്നത്തെ ഓണസദ്യ നല്ലതായിരുന്നു, എല്ലാവരും കഴിച്ചു. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഓണസദ്യകളും എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.